നേതാവ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ഇന്ത്യയുടെ ഘടക കക്ഷികളടക്കം ഇതിൽ ഇപ്പോൾ വേണ്ട ഈ ഭേദഗതി ബില്ല് എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുള്ളതായിട്ട് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ബുധനാഴ്ച ഈ ബില്ല് വരികയാണ്. ഈ സഭ KCBC അടക്കം വ്യക്തമാക്കിയിരിക്കുന്ന ഈ നിലപാട് ഒരു രാഷ്ട്രീയ പിൻബലമായിട്ട് BJP കാണുകയാണ് ഈ സമയത്ത് എന്നാണോ? കോൺഗ്രസിന് നിങ്ങൾക്കെതിരായി ശക്തമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നുകൂടി കണക്കൂട്ടുന്നുണ്ടോ ഈ സമയത്ത്? അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും കണക്ക് കൂട്ടാനല്ല ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പും വന്നോട്ടെ നടന്നോട്ടെ, ആര് വേണമെങ്കിൽ ജയിക്കട്ടെ തോക്കട്ടെ, ഇത് അതിനേക്കാൾ വലിയ വിഷയമാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെയോ 2-3 സീറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഭരണത്തെയോ മാത്രം കണ്ടുകൊണ്ട് എടുത്ത നിലപാടല്ലല്ലോ ഇത്. ദീർഘകാലമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അനുഭവിച്ചു വരുന്ന അറുതിയില്ലാത്ത ഒരു വലിയ ദുരിതം അത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് തുടങ്ങിയ പ്രക്രിയയാണ്. പക്ഷെ കോൺഗ്രസിന് ധൈര്യമുണ്ടായില്ല ഒരു ബില്ല് കൊണ്ടുവരാൻ. ഇതുപോലെ ഒരു നിയമം അമെൻഡ് ചെയ്യാനായിട്ട് കോൺഗ്രസിന് ധൈര്യം ഉണ്ടായില്ല. BJPക്ക് ആ ധൈര്യമുള്ളത് കൊണ്ട് BJP അത് മുന്നോട്ട് വെച്ചു. അവിടെ ഏത് തെരഞ്ഞെടുപ്പ് വരുന്നു പോകുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. കിരൺ റിജിജു ഇപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇത് ഉടൻ തന്നെ പാർലമെന്റിൽ എത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ശരിക്കും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. നിങ്ങൾക്ക് കോൺഗ്രസിനോട് നമുക്ക് ചോദിക്കാനുള്ള ഇതാണ്, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിലപാടുണ്ട് എങ്കിൽ ആ നിലപാട് പറയാൻ ധൈര്യമുണ്ടോ? അപ്പോൾ ഏതൊക്കെ നിർദ്ദേശങ്ങൾ ഇതിനെതിരായിട്ട് നിങ്ങൾക്ക് വെക്കാനുണ്ടെങ്കിൽ ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ബില്ലിനെ എതിർക്കുന്നു, ഇന്ന പോയിന്റിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങളായിരുന്നെങ്കിൽ ഈ ബില്ലിനെ ഈ രീതിയിൽ അവതരിപ്പിക്കുമായിരുന്നു എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പൊ കോൺഗ്രസിനെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്തത് കൊണ്ടല്ല, കാരണം ഈ ഒരു അമെന്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഇത് ആരംഭിച്ചു വെച്ചത് കോൺഗ്രസിന്റെ കാലത്താണ്. അതാണ് പിന്നീട് BJPയുടെ കാലത്ത് വന്നപ്പോൾ നടപ്പാക്കാൻ വേണ്ടി കയ്യിലെടുത്തതും ഇപ്പോൾ ഈ രീതിയിൽ JPCയിൽ എത്തിയതും അതിനുശേഷം ഇപ്പോൾ പാർലമെന്റിൽ വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ചോദ്യം അതല്ലല്ലോ. കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുമോ? ഇപ്പോൾ KCBCയും CBCഐയും മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? ഈ KCBCയും CBCഐയും എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്ത് മാത്രമല്ലല്ലോ, കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തമായ പിന്തുണ നേടി അധികാരത്തിലെത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ലെന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ മറുപടി പറയാൻ ബാധ്യതയുണ്ട്. കാരണം ഇന്ന് ക്രൈസ്തവ സമൂഹം വലിയ ക്രൈസിസിലാണ്. മുനമ്പം വിഷയം അതിന്റെ ഉദാഹരണം മാത്രമാണ്. ഇതിപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രം ഒരു വിഷയമായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മലപ്പുറം വേങ്ങരയിലെ കുന്നുംപുറം അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ ഇപ്പോൾ ആ സ്വത്തിൽ മസ്ജിദും അവിടെ മോസ്കും മദ്രസയും എല്ലാം ഉണ്ട്. 30 വർഷമായിട്ട് കോടതി കിടക്കുകയാണ്. കോടതി പറയുന്നത് ഞങ്ങൾക്ക് തൊടാൻ പറ്റില്ല, ഞങ്ങളുടെ മുകളിലാണ് ഈ വിഷയം. അപ്പോ ഹിന്ദുക്കൾക്കും പ്രശ്നമുണ്ട്, ക്രിസ്ത്യാനിക്കും പ്രശ്നമുണ്ട്, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് മുസ്ലിമിനാണ്. അപ്പൊ മുസ്ലിങ്ങൾ വഖഫ് സ്വത്തിനെതിരെ കൊടുത്തിരിക്കുന്ന അത്രയും കേസുകൾ മറ്റാരും കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ സംസ്ഥാനത്തിനകത്തും പുറത്തും രാജ്യമെമ്പാടും ഈ പ്രശ്നം ഇങ്ങനെ നീറിപ്പോകുമ്പോൾ പരിഹാരം വേണ്ടേ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ വലിയ പാർട്ടിയാണ് എന്ന് പറയുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, വലിയ പാർട്ടി തന്നെയാണ്. എന്നാൽ നിലപാടില്ലാത്തത് എന്തുകൊണ്ട്? കൃത്യമായി നിലപാട് പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ട്? അത് പാർലമെന്റിൽ വരുമ്പോൾ അപ്പോൾ അവിടെ ചർച്ചയിൽ പറഞ്ഞുകൊള്ളാം എന്നൊക്കെ ആണ് പറയുന്നതെങ്കിൽ അവിടെ പറയാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. ഷബാനു കേസും അയോധ്യ കേസും ഒക്കെ വന്നപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്തായിരുന്നു? അവിടെ സംഘടിത മുസ്ലിം വോട്ടിന്റെ മുമ്പിൽ ബാക്കി എല്ലാവരെയും മറന്നു. ആ പ്രീണനമാണ് കോൺഗ്രസിനെ ഇപ്പോൾ ഈ നിലയിലെത്തിച്ചത്. വീണ്ടും അതേ പ്രീണനത്തിന്റെ പാതയിലേക്ക് കോൺഗ്രസ് പോകുന്ന ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. കാരണം പറഞ്ഞ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്വരം കടുപ്പിക്കുമ്പോൾ പെട്ടെന്ന് മാറുന്ന നയമായി കോൺഗ്രസ് മാറുകയാണ്. അങ്ങനെ മാറുന്ന എന്തുകൊണ്ട്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടിനേക്കാൾ വലിയ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് ആണെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനെയും KCBCയെയും CBCഐയെയും തള്ളിക്കളഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമല്ലേ കോൺഗ്രസിന്റെ?
ഇന്നത്തെ ശ്രീ അവസ്ഥ. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അപ്പൊ ഈ വിഷയം വഖഫോ മുനമ്പമോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു ഭിന്നത ഉണ്ടാക്കട്ടെ KCBC നിലപാട് എന്നുകൂടി പൊളിറ്റിക്കലി BJP കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഇതിന്റെ ഇടയിലൂടെ അല്ലേ? BJPക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെന്ന് നിൽക്കുന്ന അവസ്ഥ ഇതാണ്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം കക്ഷത്തിലിരിക്കുന്ന മുസ്ലിം വോട്ട് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് എടുക്കുകയും വേണം. ഇത് രണ്ടും കൂടി എങ്ങനെ ചെയ്യാമെന്നുള്ള അഭ്യാസമാണ് ഇപ്പൊ കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പച്ച മലയാളത്തിന്റെ പേരാണ് നയമില്ലായ്മ എന്ന് പറയുന്നത്. കൃത്യമായ നയം പ്രഖ്യാപിക്കൂ. ന്യൂനപക്ഷങ്ങളോടൊപ്പമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടൊപ്പമല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങളോടൊപ്പം മാത്രമാണ്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഇതല്ല ഇപ്പൊ ഫലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ ക്രിസ്ത്യാനികൾ ഉണ്ടോ? KCBC പറയുന്നതിന് വിലയുണ്ടോ? CBCI പറയുന്നതിന് വിലയുണ്ടോ? മുനമ്പത്തെ 600-ൽ പരം കുടുംബാംഗങ്ങളുടെ വേദനയ്ക്ക് വിലയുണ്ടോ? ഈ ചോദ്യമാണല്ലോ ജോഷി മയ്യാറ്റിലും ചോദിക്കുന്നത്. മുനമ്പത്തെ വിഷയത്തിൽ ചോദിക്കുമ്പോൾ അതിനെന്തുകൊണ്ട് കോൺഗ്രസിന് മറുപടിയില്ല? അപ്പോൾ കൃത്യമായ മറുപടി പോലും കൊടുക്കാത്ത കോൺഗ്രസ് പിന്നെ പാർലമെന്റിൽ പോയി എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ സംസ്ഥാനമാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് ജയിച്ചു പോയ വ്യക്തിയാണ്, ഇവിടുത്തെ MP ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുമെങ്കിൽ തന്റെ ഇടമായിട്ട് പറയൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം, മുനമ്പത്തെ ജനതയോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് ധൈര്യമായി പറയൂ. അത് പറയണമെന്നാണ് KCBC യും CBCI യും കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.